ശ്രീ ജയരാജാണ് കാടാമ്പുഴയിൽ നിന്നാണ്. ശ്രീ ജയരാജ്, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കേരളത്തിലെ BJP നേതാക്കളാണോ ശരിക്കും ഇന്നലെ വെട്ടിലായി പോയത്? നമസ്കാരം കിരൺ സാർ. നമസ്കാരം. BJP നേതാക്കന്മാർക്ക് തലയിൽ മുണ്ടിട്ട് ഇപ്പം പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പം കാണുന്നത്. കാരണം അതുപോലെയുള്ള വിടലാണ് അവർ ഈ തിരുവനന്തപുരം കോർപ്പറേഷന്റെ സമയം മുതൽ നടത്തിക്കൊണ്ടിരുന്നത്. പ്രധാനമന്ത്രി വന്ന് PV രാജേഷിന്റെ പ്രസ്താവനയൊക്കെ നമുക്കറിയാമല്ലോ. പ്രധാനമന്ത്രി വന്ന് ഒരു മുനിസിപ്പാലിറ്റി ഒരു കോർപ്പറേഷനിലേക്ക് ഒരുപാട് വികസനങ്ങൾ വിഭാവനം ചെയ്യുന്നതാണ് ആദ്യത്തെ ഡയലോഗ്. അത് അവിടുത്തെ ജനങ്ങൾ അത് കേട്ട് വിശ്വസിച്ച് BJPക്ക് വോട്ട് ചെയ്ത് അവർ അധികാരത്തിൽ വരികയും ചെയ്തു. അത് കഴിഞ്ഞ് പ്രധാനമന്ത്രി വരികയും ചെയ്തു. പ്രധാനമന്ത്രി വന്നു കഴിഞ്ഞപ്പോൾ ഒരു ചുക്കും ചുണ്ണാമ്പും ഉണ്ടായില്ല. പിന്നെ പറഞ്ഞ് നിങ്ങൾ ബജറ്റിൽ നോക്കിയോ, ബജറ്റിലേക്ക് കേരളത്തിലേക്ക് വാരിക്കോരി തരുമെന്ന് പറഞ്ഞു. അവസാനം ബജറ്റ് വന്നപ്പോൾ ആകെ എന്താ, രാമക്കുട്ടി മാത്രം. ആമക്കുട്ടി പണ്ട് നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നതാ. അതിന് കേരള സർക്കാർ അതിന് ഓരോ സ്ഥലങ്ങളിൽ അതിന്റെ കാര്യത്തിന് വേണ്ടി ഓരോ കാര്യങ്ങളും ഈ പയ്യോളിലടക്കം ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം ഇവര് മനസ്സിൽ കാണുന്നതിന് മുമ്പ് കേരളം ഓരോ കാര്യങ്ങൾ വിഭാവനം ചെയ്തതാണ്. അവസാനം ഇപ്പൊ എന്തായി, ഒരക്ഷരം പോലും മിണ്ടാത്തൊരവസ്ഥയായി. ഒന്ന് ആലോചിച്ച് നോക്കിയേ സാറേ, നമ്മുടെ കേരളം അല്ലെ ഒന്ന് ആലോചിച്ച് നോക്കി എത്ര മുന്നോട്ട് പോകേണ്ടതായിരുന്നു ഓരോ വികസന കാര്യം. താങ്കളുടെ അഭിപ്രായങ്ങൾ വ്യക്തമാണ്. ശ്രീ പീതാംബരനാണ് പള്ളുരുത്തിയിൽ നിന്നാണ്. ശ്രീ പീതാംബരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എന്തുകൊണ്ടാവും ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഘട്ടത്തിൽ പോലും കഴിഞ്ഞ തവണ ബീഹാറിനൊക്കെ ആ മട്ടിൽ പ്രാധാന്യം നൽകിയതാണ്, അത് പിന്നെ BJP ജയിക്കേണ്ട ഒരു സംസ്ഥാനം, ഈ BJP കേന്ദ്ര നേതാക്കൾ കേരളത്തെ പൂർണ്ണമായും കൈവിട്ടു എന്നുകൂടി നമുക്ക് കണക്കാക്കാം? ശ്രീ പീതാംബരനാണ്. ശ്രീ പീതാംബരൻ, താങ്കൾ കേൾക്കാമോ? പറഞ്ഞോളൂ. പറയാം. അത് ശരിക്കും പറഞ്ഞാൽ BJP ഇവിടെയുള്ള നേതാക്കന്മാർ, കേരളത്തിലെ നേതാക്കന്മാർ, സുരേഷ് ഗോപി മന്ത്രിയായാലും ജോർജ് കുര്യനായാലും ഓട് നടന്ന് ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്താണ്? വരുന്ന ഒരു സാധനത്തിന് വേണ്ടി അവിടെ വേണം ഇവിടെ വേണമെങ്കിൽ അപ്പകഷത്തിന് വേണ്ടി തല്ലിപ്പിടിക്കുന്നു. അവർ തമ്മിലടിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വിളക്കത്തെ പ്രാണികളെ പോലെ, പറക്കുന്ന പ്രാണികളെ പോലെയുള്ള ഈ നേതാക്കന്മാരാ ഒന്ന് ഒതുക്കാനാണ് ഈ ബഡ്ജറ്റിൽ ശരിക്ക് കേരളത്തിന് അത്രയും ഒന്നും തരാതെ നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റ് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല ബഡ്ജറ്റ് വരേണ്ടത്. പ്രതിപക്ഷ പാർട്ടികളാണെങ്കിൽ കേരളത്തിന് വേണ്ടി ഒന്നും സംസാരിക്കുന്നില്ല. ഇവിടെ ഒരു സീറ്റിന് വേണ്ടി കിടന്ന് തമ്മിൽ തല്ലിപിടുത്തമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഒന്ന് നന്നായി വരട്ടെ എന്ന് ചെയ്തൊരു പണി കൂടിയാണ് നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റ് ഉള്ളതെന്നാണ് എന്റെ അഭിപ്രായം. അത് ഏറ്റവും കൂടുതൽ CPM-നെ സഹായിക്കും. തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു തുടർ ഭരണം LDF-ന് കിട്ടുകയും ചെയ്യും. അത് മോദിക്ക് നല്ല വണ്ണമില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. എന്തായാലും നമുക്ക് അടുത്തൊരു പ്രശ്നത്തിലേക്ക്, സന്തോഷാണ് വെള്ളരിക്കുണ്ടിൽ നിന്നാണ്. വെള്ളരിക്കുണ്ടിൽ നിന്ന് സന്തോഷിലേക്ക് പോകുമ്പോൾ വളരെ വേഗത്തിൽ ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി വായിക്കാം. കമ്പിളിപ്പുതപ്പ് എന്ന് പറയുന്നു ഷിജു കിരിയത്ത്. മറ്റൊരാൾ പറയുന്നു ചാണകം 1 എന്നൊക്കെയാണ് പേര് കൊടുത്തിരിക്കുന്നത്. എന്താണ് ഉദ്ദേശിച്ചതെന്നറിയില്ല. 60 വർഷം UDF LDF മന്ത്രിമാരിവിടെ ഒരു എയിംസ് കൊണ്ടുവരാൻ സാധിച്ചില്ല. 1 വർഷമേ ആയുള്ളൂ BJP കേരളത്തിൽ സീറ്റ് പിടിച്ചിട്ട്. ഉടനെ എയിംസ് വേണം. 19 കോൺഗ്രസ് MPമാർ അവിടെ എന്തുണ്ടാക്കാനാ പോയെ എന്ന് ചോദിക്കുന്നു. ശ്രീ ചാണകമാണ് ചോദിക്കുന്നത്. ചാണകം പക്ഷേ 19 എന്ന് ചോദിക്കുമ്പോൾ അതിനകത്ത് ആകെ കൂടി ഒരു സംശയാസ്പദമാണല്ലോ ചാണകം. ഇങ്ങനെ വ്യാജ പേരിലൊക്കെ എഴുതുമ്പോൾ ആ വ്യാജ പേരിനി ഏത് പാർട്ടിക്കാരനാണ് എന്നുള്ളതിൻ്റെ കാര്യത്തിലൊക്കെ ചില സംശയങ്ങൾ ഉണ്ടാക്കുന്നതാണല്ലോ. എന്തായാലും ചാണകത്തിൻ്റെ ബുദ്ധി ഒരു ലേശത്തിൽ പിന്നിലാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.